Dear friends, ലേൺ ഇംഗ്ലീഷ് ഗ്രാമർ വിത്ത് മാധവ് മാഷ്. നമുക്ക് നമ്മുടെ ഗ്രാമർ ക്ലാസ് ആരംഭിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ റിപ്പോർട്ടർ സ്പീച്ച് പറഞ്ഞു. റിപ്പോർട്ടർ സ്പീച്ച് എന്ന് പറഞ്ഞാൽ അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നും പറയും. ഡയറക്റ്റ് സ്പീച്ചും ഉണ്ട്. ഒരാളുടെ വാക്ക് നേരിട്ട് നമ്മൾ പറയുന്നതിന് ഡയറക്റ്റ് സ്പീച്ചും, ഒരാൾ കേട്ടിട്ട് മറ്റൊരാൾ പറയുന്നതിനെ ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് എന്നും പറയും. അപ്പോൾ റിപ്പോർട്ടർ സ്പീച്ച് സാധാരണ നമുക്കറിയാം 4 വാചകങ്ങളാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരിക. ഈ പ്രവൃത്തി സാധാരണ പത്രക്കാരാണ് ചെയ്യുക. നമ്മളുണ്ടല്ലോ, നമ്മൾ രണ്ടാൾ സംസാരിക്കുന്നത് വേറൊരാൾ കേട്ട് അയാൾ വേറൊരാളോട് പറയുന്ന പ്രവൃത്തിയാണല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധാരണ 5 വാചകങ്ങൾ, 4 വാചകങ്ങളെ 5 തരം: അസർട്ടീവ്, ഇമ്പരേറ്റീവ്, എക്സ്ക്ലമേറ്ററി, ഇൻട്രോഗേറ്റീവ്. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ് ആർ ഓഫ് 2 ടൈപ്സ്: വേർഡ് ക്വസ്റ്റ്യൻ ആൻഡ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. അങ്ങനെ 5 തരത്തിലുള്ള വാചകങ്ങളെയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരിക. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ റിപ്പോർട്ട് ചെയ്യണതിന് ചില നിയമങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഈ നൗ എന്നുള്ള ചില വാക്കുകളൊക്കെ ഇന്ന മാറ്റങ്ങൾ വരുന്നുള്ളതൊക്കെ പറഞ്ഞു. നൗ ഇതെന്താവും, ദിസ് ദോസാവും, ഹിയർ ദേറാവും, ടുഡേ എന്നുള്ളത് ദാറ്റ് ഡേ എന്നാവും, ടുമാറോ എന്നുള്ളത് ദ നെക്സ്റ്റ് ഡേ എന്നാവും, യെസ്റ്റർഡേ എന്നുള്ളത് ദ പ്രീവിയസ് ഡേ അല്ലെങ്കിൽ ലാസ്റ്റ് ഡേ എന്നാവാം, ഡേ ആഫ്റ്റർ ടുമാറോ എന്നുള്ളത് ആഫ്റ്റർ 2 days എന്നാകാം, ഡേ ബിഫോർ യെസ്റ്റർഡേ എന്നുള്ളത് ബിഫോർ 2 days എന്നാകാം. ഇങ്ങനെ പല പല വ്യത്യാസങ്ങൾ വരും. നമുക്ക് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പഠിപ്പിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അസർട്ടീവ് സെനൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെനൻസ്. മൂന്നും ഒന്ന് തന്നെ. അസർട്ടീവ് സെനൻസ്, ഡിക്ലറേറ്റീവ് സെനൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്, മൂന്നും ഒന്ന് തന്നെ. സാധാരണ വാചകം 5 തരം വാചകങ്ങളുടെ 4 തരം വാചകങ്ങളെ 5 തരത്തിൽപ്പെടുത്തുന്നു. അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ അസർട്ടീവ് സെനൻസിനെയാണ് റിപ്പോർട്ട് ചെയ്യാൻ പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു അസർട്ടീവ് സെനൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ റിപ്പോർട്ടിംഗ് വെർബ് കഴിഞ്ഞ ഉടനെ കോമ കാണാം. കോമ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊട്ടേഷനിലാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ഒരാൾ പറഞ്ഞ കാര്യം കൊട്ടേഷനിലാണ് ഇടുക. അതായത് ഇൻവെർട്ടർ കോമയായിട്ട് കൊട്ടേഷൻ ഇടും. അപ്പോൾ ആ കൊട്ടേഷനുള്ള വാചകത്തിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ റിപ്പോർട്ടിംഗ് വെർബും കൊട്ടേഷനുള്ള വാചകവും റിപ്പോർട്ട് ചെയ്യേണ്ട വാചകവും തമ്മിൽ ബന്ധപ്പെടുത്താൻ ദാറ്റ് എന്നുള്ള കൺജങ്ഷൻ വെക്കണം. അപ്പോൾ റിപ്പോർട്ടിംഗ് വെർബ് രാമ സെഡ്, ആ സെഡ് എന്നുള്ളതാണ് റിപ്പോർട്ടിംഗ് വെർബ്. ഇനി കൊട്ടേഷൻ കിടക്കുന്ന വാചകമാണ് റിപ്പോർട്ട് ചെയ്യേണ്ട വാചകം. ഈ റിപ്പോർട്ട് ചെയ്യേണ്ട വാചകവും ഈ റിപ്പോർട്ടിംഗ് വെർബും തമ്മിൽ ചേരണമെങ്കിൽ, ചുരുക്കി പറഞ്ഞാൽ 2 ക്ലോസുകൾ തമ്മിൽ ചേരുക. 2 ക്ലോസ് ചേരണമെങ്കിൽ എന്തെങ്കിലും മൂലകം വേണം, ഒരു കൺജങ്ഷൻ വേണം. ഇവിടെ നമ്മൾ ദാറ്റാണ് വയ്ക്കുക. സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെനൻസ് അല്ലെങ്കിൽ അസർട്ടീവ് സെനൻസിനെ കണക്ട് ചെയ്യാൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ റിപ്പോർട്ടിംഗ് വെർബും റിപ്പോർട്ട് ചെയ്യുന്ന സെൻറ്റൻസും കൂടി കൂട്ടാനായിട്ട് നമ്മൾ ദാറ്റ് എന്നുള്ള കൺജങ്ഷനാണ് ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു 4-5 എക്സാമ്പിളുകളാണ് ഞാനിവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ബോർഡിലേക്ക് നോക്കാം. ഇതാ, രാമ സെഡ് ഐ ആം വെരി ബിസി നൗ. ഈ സെഡ് എന്നുള്ളതാണ് റിപ്പോർട്ടിംഗ് വെർബ്. ഇതിനെയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ ഈ റിപ്പോർട്ട് ചെയ്യേണ്ട സെൻറ്റൻസിലെ ടെൻസ് പ്രസൻസ് ആണ്, ആം എന്നാണ്. ഈ റിപ്പോർട്ട് ചെയ്യേണ്ട സെൻറ്റൻസിലെ ടെൻസ് ഏതാണോ അത് റിപ്പോർട്ട് ചെയ്ത് വരുമ്പോൾ പാസ്റ്റ് ടെൻസ് ആയി മാറും. ഈ റിപ്പോർട്ടിംഗ് വെർബും ഈ വാചകവും കൂടി കൂടാൻ നമുക്ക് ദാറ്റ് എന്നുള്ള കൺജങ്ഷൻ ഉപയോഗിക്കണം. ഐ എന്നുള്ള ഫസ്റ്റ് പേഴ്സൺ തേർഡ് പേഴ്സൺ ആയി മാറുന്നു. ആം എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആയി മാറുന്നു. നൗ എന്നുള്ളത് then ആയി മാറുന്നു. ഇത്രയും മാറ്റങ്ങൾ ഇതിനുള്ളൂ. ശ്രദ്ധിക്കണം. സെഡ് എന്നുള്ള റിപ്പോർട്ടിംഗ് വെർബ്. ഈ റിപ്പോർട്ടിംഗ് വെർബും റിപ്പോർട്ട് ചെയ്യേണ്ട വാചകവും കൂടി കൂട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കൺജങ്ഷനാണ് ദാറ്റ്. സ്റ്റേറ്റ്മെൻറ്റിനെ റിപ്പോർട്ട് ചെയ്യാൻ എപ്പോഴും കൺജങ്ഷൻ ദാറ്റ് ആയിരിക്കും. പിന്നെയോ ഫസ്റ്റ് പേഴ്സൺ തേർഡ് പേഴ്സൺ ആവുന്നു. പ്രസൻസ് ഉള്ള വാചകം അതിൻ്റെ കറസ്പോണ്ടിങ് പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ്, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ്. അതുപോലെ വിൽ ഗോ എന്നുണ്ടെങ്കിൽ വുഡ് ഗോ എന്നാക്കാം. അത് നമുക്ക് അങ്ങനെ എക്സാമ്പിൾ വരുമ്പോൾ ചെയ്യാം. ഐ ആം വെരി ബിസി നൗ എന്നുള്ളത് എന്തായി മാറി? ഹീ ഫസ്റ്റ് പേഴ്സൺ, ഹീ തേർഡ് പേഴ്സൺ ആയി, ആം വാസായി, വെരി ബിസി നൗ എന്നുള്ളത് തെന്നായി. ഇത്രയും മാറ്റങ്ങൾ വരും. അപ്പോൾ ഈ എക്സാമ്പിൾ നമ്മൾ വീട്ടിൽ ഒരു 5 പ്രാവശ്യം എഴുതി പഠിക്കുക. സെക്കൻഡ് എക്സാമ്പിൾ, ഹീ സെഡ് ഐ ലിവ്ഡ് മെനി ഇയേഴ്സ് ഇൻ തൃശ്ശൂർ. തൃശ്ശൂരിൽ ഞാൻ ഒരുപാട് കാലം താമസിച്ചു. ഹീ സെഡ് ഇത് സ്റ്റേറ്റ്മെൻ്റ് ആണ്, നമുക്കറിയാം അസർട്ടീവ് സെനൻസ് ആണ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെനൻസ് ആണ്. അപ്പോൾ ഇതിനെ കൂട്ടാൻ എന്താ ചെയ്യുക? നമ്മൾ കോമയും കൊട്ടേഷനൊക്കെ കളഞ്ഞ് ദാറ്റ് വെച്ചു. ദാറ്റ് വെച്ചതിന് ശേഷം ഐ തേർഡ് പേഴ്സൺ ആക്കണമല്ലോ.
ഇതാ ഈ സെഡ് ഐ ഹീ എന്നാക്കണത് ലീവ്ഡ് എന്നുള്ള പാസ്റ്റ് ടെൻസ് ആണ്. ഒന്നുകിൽ പാസ്റ്റ് ടെൻസ് ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യും, അതർവൈസ് ഇറ്റ് ക്യാൻ ബി ചേഞ്ച് ഇൻ ടു പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ട വാചകത്തിലെ വെർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അതേ പാസ്റ്റ് ടെൻസ് ആയിട്ട് നിലനിർത്താം. എന്തെങ്കിലും അപാകത ചെറുതായി തോന്നുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഹാഡ് ലിവ്ഡ് എന്നാക്കാം. മെനി ഇയേഴ്സ് ഇൻ തൃശ്ശൂർ. അപ്പോൾ നമുക്ക് രാമ സെഡ് ദാറ്റ് ഹി ലിവ്ഡ്, അതർവൈസ് ഹി ഹാഡ് ലിവ്ഡ് ഇൻ തൃശ്ശൂർ. കേട്ടില്ലേ? മെനി അതുകൂടി എഴുതണം. ലിവ്ഡ് മെനി ഇയേഴ്സ്, ഇവിടെ മെനി എന്ന് വിട്ടുപോയിട്ടുണ്ട്, സോറി കേട്ടോ, അത് ഇവിടെ എഴുതണം. ഹി ഹാഡ് ലിവ്ഡ് മെനി ഇയേഴ്സ് ഇൻ തൃശ്ശൂർ. നോ തേർഡ് എക്സാമ്പിൾ, ഹി സെഡ്. റിപ്പോർട്ടിംഗ് വെർബ് ഇതാണ് റിപ്പോർട്ട് ചെയ്യേണ്ട സെന്റൻസ്. ഐ ആം വെരി ബിസി, ഇത് ആം ആണ്. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ വിൽ ബി ചേഞ്ച് ഇൻ ടു തേർഡ് പേഴ്സൺ. Present tense will be changed into simple past or otherwise its corresponding past tense. Simple present ആണ്, അത് അതിൻ്റെ past tense ആയി മാറും. am was ആയി മാറുന്നു. He said that, he I കൊണ്ട് he ആയി, am was ആയി, very tired എന്നുള്ളതിൽ മാറ്റൊന്നും ഇല്ല. ഫോർത്ത് എക്സാമ്പിൾ, രാമ said to കൃഷ്ണ. ചെറിയ വ്യത്യാസം വന്നു. said to ഒരാളോട് പറയുന്നു എന്ന് തന്നെ പറഞ്ഞു. I know you well, എനിക്ക് നിന്നെ നല്ലപോലെ അറിയാം. ഇതിൽ ഫസ്റ്റ് വേഴ്സൺ നോ എന്നുള്ള സിമ്പിൾ പ്രസൻറ്റ്, യു എന്നുള്ളതിന് വേണ്ട മാറ്റം വരുത്തണം. അപ്പോൾ ആരോട് പറഞ്ഞു? രാമൻ സെഡ് ടു കൃഷ്ണ എന്നുള്ളത് രാമ ടോൾഡ് കൃഷ്ണ എന്നാക്കാം. ഇത് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അസർട്ടീവ് സെൻറ്റൻസ് ആണ്, ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് തന്നെ ദാറ്റ് വെച്ചു. ഐ തേർഡ് പേഴ്സൺ ഹി ആയി, നോ എന്നുള്ളത് ന്യൂ എന്നായി, യു എന്നുള്ളത് ഹിം എന്നായി, വെൽ മാറ്റമില്ല. അപ്പോൾ രാമ ടോൾഡ് കൃഷ്ണ ദാറ്റ് ഹി ന്യൂ ഹിം വെൽ. എക്സാമ്പിൾ എഴുതി പഠിക്കണം. നെക്സ്റ്റ് എക്സാമ്പിൾ, ലാസ്റ്റ് എക്സാമ്പിൾ, he said to me you are getting old, നിങ്ങൾക്ക് പ്രായമായി കൊണ്ടിരിക്കുന്നു. are getting present continuous, was getting past continuous ആയി മാറുന്നു. he told me that, I you എന്ന് എന്തായി മാറി? I ഫസ്റ്റ് പേഴ്സൺ ആയി മാറി. ഈ തേർഡ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ ഫസ്റ്റ് പേഴ്സൺ ആയി മാറി. he told me that, said to me എന്താക്കി? told me that. സെഡ് ടു മീ തന്നെ എഴുതാം, ഒരു വിരോധമൊന്നുമില്ല. ടോൾഡ് മീ എന്നാക്കണമെന്നില്ല. ഹി സെഡ് ടു മീ ദാറ്റ് എന്നായാലും വിരോധമൊന്നുമില്ല. ഐ വാസ് ഗെറ്റിംഗ് ഓൾഡ്, ആർ ഗെറ്റിംഗിലോട്ട് വാസ് ഗെറ്റിംഗ് എന്നായി, യു പോയിട്ട് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ഫസ്റ്റ് പേഴ്സൺ ആയി മാറി. ഇത്രയും മാറ്റങ്ങളാണ്. ഈ എക്സാമ്പിളുകൾ നിങ്ങൾ എഴുതി പഠിക്കുക. നിർബന്ധമായിട്ടും 5 പ്രാവശ്യം വെച്ച് എഴുതി പഠിക്കുക. പിന്നെ ചില വാക്കുകൾ എന്തൊക്കെ മാറ്റം വരുന്നു എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. ആ വാക്കുകളൊക്കെ നല്ലപോലെ എഴുതി പഠിക്കുക. അങ്ങനെ റിപ്പോർട്ടിംഗുള്ള പ്രക്രിയ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഇതൊരു ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടിങ്ങിൽ. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വാചകങ്ങളെ റിപ്പോർട്ട് ചെയ്യാൻ പഠിക്കാം. ഈവൻ പാരഗ്രാഫിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പഠിക്കാം. അപ്പോൾ അത്ര ബുദ്ധിമുട്ടുള്ള പ്രശ്നം അല്ല. ഇന്ന് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുന്നു. നാളെ നമ്മൾ ഇമ്പരേറ്റീവ് സെൻറ്റൻസ് പഠിക്കുന്നു. നാളെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ് വി ക്യാൻ ഹാൻഡിൽ ഇമ്പരേറ്റീവ് സെൻറ്റൻസ്. ഇമ്പരേറ്റീവ് സെൻറ്റൻസ് മീൻസ് കമാൻഡ്, റിക്വസ്റ്റ് ഓർ ഓർഡർ. അതിൻ്റെ മെത്തേഡ് വേറെയാണ്. അതിൻ്റെ മെത്തേഡ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. പറയാറൊന്നുമില്ല. നമ്മൾ പാസ്റ്റ് ടെൻസ് ആക്കുന്നതിന് പകരം അതിലത്തെ വെർബ് ടു ഇൻഫിനിറ്റീവ് ആക്കി മാറ്റണം. ഇത്രയേ ഉള്ളൂ. അത് വളരെ എളുപ്പമാണ്. ശരി, കൂടുതൽ ഒന്നും പറയാനില്ല. എൻ്റെ ക്ലാസ് ശ്രദ്ധിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരോട് ഇത് കേൾക്കാൻ പറയുക. വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുക. എന്നിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അല്ലാതെ അവർക്കിത് കേൾക്കുമ്പോൾ അത്ര സുഖം ഉണ്ടാവില്ല. വീട്ടിലൊഴിവ് സമയത്ത് ഉച്ചയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ ഇത് നിങ്ങൾ കേട്ടിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. ചെറിയതായ തോതിലെങ്കിലും നിങ്ങൾക്ക് ഗ്രാമറിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഇത് സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു.